വാർത്തയിലേക്ക്. ഭാരത നേപ്പാൾ അതിർത്തിയിൽ നിന്നും മതിയായ രേഖകളില്ലാതെ അമേരിക്കൻ പൗരൻ പിടിയിലായി. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അമേരിക്കൻ പൗരനായ ജോർഡൻ ബ്രൗൺ പിടിയിലായത്. ഉത്തർപ്രദേശിലെ സൊനൌലിൽ നിന്നും സശസ്ത്ര സീമാ ബെല്ലാണ് ഇയാളെ പിടികൂടി പോലീസിന് കൈമാറിയത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ് ചേരുകയാണ്. ആദർശ്, എപ്പോഴായിരുന്നു ഈ ഒരു അമേരിക്കൻ പൗരനെ പിടികൂടിയത്? ഇയാളെ ചോദ്യം ചെയ്തു വരികയാണോ? പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ജൂലൈ 11-നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നു എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ ചില വിവരങ്ങൾ SP പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇയാൾ അമേരിക്കയിലെ കാലിഫോർണിയ സ്വദേശിയാണ്. അവിടെ നിന്ന് 2025-ന് തായ്ലാൻഡിൽ വിനോദ സഞ്ചാരത്തിനായി പോവുകയും ചെയ്തു. അവിടെ വെച്ച് ഇയാളുടെ പാസ്പോർട്ട് നഷ്ടമാവുകയായിരുന്നു. അവിടെ നിന്ന് കടൽ മാർഗം ശ്രീലങ്കയിലെത്തുകയും ശ്രീലങ്കയിൽ നിന്ന് കടൽ മാർഗം തന്നെ ഇയാൾ ഗോവയിലേക്ക് എത്തുകയുമായിരുന്നു. ഗോവയിൽ തങ്ങിയതിന് ശേഷം നേപ്പാളിലേക്ക് കടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാൾ ഉത്തർപ്രദേശിലെ സനൌലിൽ ഭാരത നേപ്പാൾ അതിർത്തിയിലെത്തിയതും അവിടെ നിന്ന് നേപ്പാളിലേക്ക് കടക്കുവാനായിരുന്നു ഇയാളുടെ ശ്രമം. എന്നാൽ സശസ്ത്ര സീമാ ബെൽ ഇയാളെ പിടികൂടുകയായിരുന്നു. മതിയായ യാത്രാരേഖകൾ ഇല്ലാത്തതിനാണ് ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ ഇത്തരത്തിൽ നേപ്പാളിലേക്ക് അമേരിക്കൻ കൂലിപ്പടയാളികൾ കടക്കുകയും അവർ വിഘടനവാദികളെ അവിടെ പരിശീലനം നൽകുകയും ചെയ്യുന്നതായി NIA-യുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാൾ എന്തായാലും മതിയായ രേഖകളില്ലാതെ എങ്ങനെയാണ് രാജ്യത്ത് പ്രവേശിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ ഏജൻസികൾ വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കും എന്ന് തന്നെയാണ് SP നൽകുന്ന വിവരം. മാത്രമല്ല, ഇയാൾ ഈ തായ്ലാൻഡിലേക്ക് ടൂർ പോയി എന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തും എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. KP സുരേഷ്. ഭാരത നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ അമേരിക്കൻ പൗരനെ പിടികൂടി. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ആദർശാണ് വിശദാംശങ്ങൾ നൽകിയത്.